ഒരു തവണ ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങളുടെ മേലിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇനി സ്വത്തിന്റെ ഡോക്യുമെന്റ്സ് ഇവളുടെ കണ്ണിൽ പെടാതെ പുറത്തെടുത്ത് അതിലും കൂടി ഇവളെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. ഇനി ഒരു ഒപ്പും കൂടി ഇടാനുണ്ട്. ഇതിലിട്ടോളൂ. ശരി. എന്ത് അപശകനോ ഇത്. പേനയ്ക്ക് വീഴാൻ കണ്ട സമയം. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. അയ്യോ, താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കൂ. അങ്ങനെയൊന്നുമില്ല. ഞാൻ വന്ന കാര്യം എന്തായാലും നടന്നു. എത്രയും വേഗം ഈ ഡോക്യുമെന്റ്സ് ലോയർ സാറിനെ ഏൽപ്പിച്ച് ഉണ്ണിയും സ്വത്തുക്കളും എന്റെ കൈക്കലാക്കണം. ഇനി വേറെ എവിടെയാ സൈൻ ചെയ്യണ്ടേ? ഇല്ല, വേറെ ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഒന്നും കഴിക്കാതെ പോയാൽ എങ്ങനെയാ? അറ്റ്ലീസ്റ്റ് കോഫി എങ്കിലും കുടിച്ചിട്ട് പോവൂ. 2 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാം. മറ്റൊരു ദിവസം വന്ന് ഞാൻ സമയം ചെലവാക്കാം. പ്ലീസ്, ഒരു കോഫി കുടിച്ചിട്ട് പോയാ പോരെ? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഓക്കെ. നിങ്ങളുടെ സ്നേഹം എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ സൈൻ ചെയ്ത് വലിയൊരു സഹായമാണ് ചെയ്തിരിക്കുന്നത് വസുന്ധര. കോഫി കൊണ്ടുവരൂ, കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. ശരി. ഇരിക്കൂ. അന്ന് രാത്രി എന്റെ സ്വപ്നത്തിൽ വന്ന ആളെ പറ്റി കൈനോട്ടക്കാരനോട് ചോദിക്കണം. അയാളെ ശബ്ദം കേൾക്കാൻ പറ്റിയെന്നല്ലാതെ മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല. എന്റെ മുന്നിൽ വന്ന അയാളാന്ന് എങ്ങനെ മനസ്സിലാക്കും? എത്രയും വേഗം കൈനോട്ടക്കാരന്റെ അടുത്ത് ചെന്ന് ഈ കാര്യം ചോദിക്കണം. മാമാ, എന്റെ ഈ കൈയൊന്ന് നോക്കി ഭാവി ഒന്ന് പറയാമോ? എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. എന്തിനാ എന്നോട് പോകാൻ പറയുന്നേ? ആരാ നിങ്ങള്? ഞാൻ ആരായിരുന്നാലും നിനക്കെന്താടാ? എനിക്ക് ഇയാളുടെ അടുത്ത് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. ഞാനും എന്റെ ഭാവി കാലത്തിനെ കുറിച്ച് അറിയാനാ വന്നേ. പോയിട്ട് പിന്നെ എങ്ങാനും വാ, എനിക്ക് അത്യാവശ്യമായിട്ട് നോക്കണം. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഇങ്ങനെ ധൃതി കൂട്ടുന്നേ? ഇത് ധൃതിയൊന്നല്ല, എന്റെ ആഗ്രഹ, സ്വപ്നോ, എന്റെ ഭ്രാന്ത. വല്ലാണ്ടാവോ എനിക്ക്? ഇതെല്ലാം ആർക്കാണ്? എനിക്ക് തന്നെയാ. എന്താ സംഭവിച്ചത്? ഒരു ദിവസം അതിരാവിലെ എന്റെ സ്വപ്നത്തിൽ ഒരാള് വന്നായിരുന്നു. വന്നത് ആരാ? അതറിയില്ല, മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നെ ഒരുപാട് ഇഷ്ടാണെന്നും എന്നെ പ്രണയിക്കുന്നെന്നും പറഞ്ഞു. ആരാ ഇത്രക്ക് വിവരമില്ലാത്തവൻ? എന്താ പറയാ? സോറി, ഇത്രയും നാള് പാഴാക്കി കളഞ്ഞ ആ മണ്ടൻ ആരാന്നാ ചോദിച്ചത്. അതെനിക്കും അറിയില്ല കേട്ടോ. കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ പേര് പോലും പറയാതെ മായായിട്ട് പോയി. അവൻ രക്ഷപ്പെട്ടു, പാവം. എന്താ? നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവൻ തിരികെ വരുമെന്ന് പറഞ്ഞതാ. അയാൾ എപ്പോഴായിരിക്കും വരുന്നേ? സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞല്ലോ. എന്റെ കൺമുമ്പിൽ എപ്പോ വരുമെന്നാ ഞാൻ ചോദിച്ചേ. ആ, അവന്റെ ആയുസ് കഴിയുമ്പോഴേക്കും എത്തും. എന്ത്? സോറി, അങ്ങനെ ഒരു നല്ല സമയം വരുമ്പോഴെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ നല്ല സമയം എപ്പോഴാന്നറിയാമോ? എത്രയും വേഗം നിന്റെ മുന്നിലേക്ക് വരും. നിന്നെ സ്നേഹിച്ചവൻ നിന്റെ മുന്നിലേക്ക് വരുമെന്നാ പറഞ്ഞേ. ഇനി വരുമ്പോ നീ വിട്ടുകളയല്ലേ, പിടി വിടുകയേ ചെയ്യരുത്. അവന്റെ ജീവിതം മൊത്തം പാഴായി പോട്ടെ. എന്താ ഈ പറയുന്നേ? അത് അവനെ കല്യാണം കഴിച്ചിട്ട് നിന്റെ ജീവിതം സുഖകരമാക്കിക്കോന്ന് പറഞ്ഞതാ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്തവണ എന്റെ രാജ വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും വിടില്ല. വരണ്ടുണങ്ങിയ നിലം പോലെയായ എന്റെ ജീവിതത്തെ ഒരു വലിയ പൂന്തോട്ടാക്കി മാറ്റും ഞാൻ പോണേ. അതെ അതെ, എന്റെ കല്യാണത്തിന് വരുമ്പോ മുഴുവൻ വാങ്ങിയാ മതി. മാഡം, അതെ മാഡം. അത് ശരി, കല്യാണം നടന്നാലല്ലേ വന്ന് വാങ്ങാൻ പറ്റൂ. താങ്ക് യു. സൈൻ ചെയ്ത് വലിയ ഉപകാരമാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. വിഷ് യു ഗുഡ് ലക്ക്. ഉണ്ണി, ആന്റി ഇറങ്ങാൻ പോവാ. വന്ന ആന്റിക്ക് ബൈ പറയും. ദാ വരുന്നമ്മേ.
അയ്യോ സോറി. എന്താ ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്തേ? നോക്ക്, പേപ്പേഴ്സ് എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ചെതറിപ്പോയില്ലേ? ആന്റി സോറി ആന്റി, എന്റെ മിസ്റ്റേക്ക് ആണ്. കുഴപ്പമില്ല. നിൽക്ക്, എല്ലാ പേപ്പേഴ്സും ഞാൻ എടുത്തു തരാം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ബസ് കാണുകയാണെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? ഞാനെല്ലാം എടുത്തോളാം. അയ്യോ സാരമില്ല, ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ നിങ്ങള്. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. നിങ്ങൾ ഇരുന്നോളൂ, ഞാൻ എടുത്തുതരാം. അയ്യോ, ഒറിജിനൽ ഡോക്യുമെന്റ്സ് എവിടെയാ ഉള്ളത്? അതിവരെല്ലാരും കണ്ടു കഴിഞ്ഞാൽ എന്റെ പ്ലാൻ എല്ലാം പൊളിയുമല്ലോ. സോറി ആന്റി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. വെള്ളം നനഞ്ഞപ്പോ പേപ്പർ കീറിപ്പോയി. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ ഉണ്ണി? പാവം ആന്റിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇല്ലാണ്ടായി പോയല്ലോ. ഛേ, ഈ ചെറുക്കൻ എന്താ ഈ കാണിച്ചത്? ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇന്ന് ലോയർ സാറിന് കൊടുത്തിരുന്നെങ്കിൽ നാളെ ഈ സമയം നീ എന്റെ വീട്ടിലായിരിക്കുമായിരുന്നു. സ്വത്ത് മുഴുവൻ എനിക്ക് സ്വന്തമായേനെ. സോറി ജാനകി മാഡം, അവൻ അറിയാതെ ചെയ്തു പോയ തെറ്റാ. അത് സാരില്ല വസുന്ധര, അവൻ കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ ചെയ്തതല്ലേ. നോ പ്രോബ്ലം. നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയല്ലോ. വേറെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ തരൂ, ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്ത് തരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഒരു സെറ്റ് ഡോക്യുമെന്റ്സ് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. വേറെ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല, ഇത് മാത്രമേ ഞാൻ കൊണ്ടുവന്നുള്ളൂ. അയ്യോ, ഞങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഇതുപോലെ റെഡിയാക്കി പേപ്പേഴ്സ് കൊണ്ടുവന്നാ മതി, ഞാൻ സൈൻ ചെയ്ത് തരാം. ആ, കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ബൈ ഉണ്ണി. റിയലി സോറി ആന്റി, വെരി സോറി. അയ്യോ, ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ ഉണ്ണി, വിട്ടേക്ക്, പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയിട്ട് പിന്നീട് വരാം. ബൈ ആന്റി. ഞാനെന്നാ ഇറങ്ങട്ടെ വസുന്ധര. ആവശ്യമില്ലാതെ ആന്റി വെറുതെ ബുദ്ധിമുട്ടിച്ചു. പാവം, അവര് വീണ്ടും വരണം. ഇതുകൊണ്ടാ വീടിനകത്ത് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ നന്ദിനി ഉണ്ണിയും ചേർന്ന് അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം നശിപ്പിച്ചു. നശിപ്പിക്കാനല്ലാതെ ഇവർക്ക് വേറെ എന്ത് ജോലി അറിയാന്നേ? ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നതാണല്ലോ ഇവർക്ക് താല്പര്യം. അതിനിപ്പോ വേറെന്ത് നഷ്ടം ഉണ്ടായത്? എന്തിനെങ്ങനെ കുറ്റം പറയുന്ന? ഈ ഉണ്ണിച്ചെറുക്കൻ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇല്ലാതാക്കിയില്ലേ? അവന്റെ ഒരു കളി ഈ വീട്ടിനകത്ത് തന്നെ കളിക്കണം. ഉണ്ണി കൊച്ചു ചെറുക്കനാണെന്നെങ്കിലും പറയാം. ഈ നന്ദിനിയുടെ വിവരം എവിടെ പോയി? അതിന് ഇവൾക്ക് വിവരം ഉണ്ടായിട്ട് വേണ്ടേ? ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ദമയന്തി. ഉണ്ണി ആഗ്രഹിച്ചതുകൊണ്ട് നന്ദിനി അവന്റെ കൂടെ കളിച്ചു. പക്ഷേ ഇത് കാരണം അവർക്ക് വലിയ നഷ്ടമല്ലേ സംഭവിച്ചത്? അവരുടെ സമയമല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതുമാത്രല്ല, എന്ത് നടന്നാലും അത് നല്ലതിനാണെന്ന് വിചാരിക്കണം. സമയം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമാണോ വസു? എന്റെ മകളെ 4 ദിവസം നിങ്ങൾ കാണാതാക്കിയില്ലേ? ആ 4 ദിവസം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? മരിച്ചു പോയിന്ന് കരുതിയ ശിവാനിയെ തിരിച്ച് ജീവനോടെ കൊണ്ടുവന്നത് തന്നെ വസുവ. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? എന്തു പറഞ്ഞാലും മറുപടി കാണുമല്ലോ. 2 മരുമകൾ കണക്കാ. നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല.
അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇളമേ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം നമ്മുടെ നല്ലതിനാണെന്ന് വിചാരിക്കണം. ഇനിയും ജാനകി വരുമ്പോ അത് സൈൻ ചെയ്ത് കൊടുക്കും. വാ ഉണ്ണി. മാഡം പോയിട്ട് ഒരുപാട് നേരമായല്ലോ, ഇതുവരെ വന്നില്ലല്ലോ. ഇനി വസുവേട്ടത്തിക്ക് സംശയം തോന്നി ഒപ്പിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാണോ? മാഡം അത്ര പെട്ടെന്ന് പിടിക്കപ്പെടില്ല. എന്തു പറ്റി മാഡം? വസുവേട്ടത്തിയുടെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിയോ? പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. പേപ്പേഴ്സ് എവിടെ മാഡം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? മാഡം പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താണെന്നറിയോ? പ്ലാൻ എന്റേതല്ലേ. നല്ല ഒന്നാം തരം പ്ലാനല്ലേ കൊടുത്തത്. എന്റെ പ്ലാൻ ഫെയിൽ ആവത്തേ ഇല്ല. അങ്ങനെയല്ലേ മാഡം? ഷട്ട് അപ്പ്. എന്തുണ്ടായി മാഡം? വസുന്ധരാദേവി സൈൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇല്ല, വസുന്ധര സൈൻ ചെയ്തു. പിന്നെ പ്രോബ്ലം എന്താ? അവസാന നിമിഷത്തിൽ ആ ഉണ്ണിച്ചെറുക്കൻ പ്ലാൻ എല്ലാം കുളമാക്കി. അവർ സൈൻ ചെയ്ത് തന്ന ഡോക്യുമെന്റ്സ് എല്ലാം ആ ഉണ്ണി നശിപ്പിച്ചു. ആ പയ്യൻ ഇനി അറിഞ്ഞു ചെയ്തതാണോ അതോ അറിയാതെയാണോ? എങ്ങനെ ചെയ്തിരുന്നാലും നമ്മുടെ പ്ലാൻ എല്ലാം വേസ്റ്റ് ആയില്ലേ? കൈക്കുള്ളിൽ വന്ന സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോയില്ലേ? ഇനി എന്ത് ചെയ്യും മാഡം? ഒരു തവണ കൂടി വസുന്ധരാദേവിയുടെ സൈൻ വാങ്ങിയാലോ? ഞാൻ പെട്ടെന്ന് തന്നെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാം. വീണ്ടും സൈൻ എന്ന് പറഞ്ഞു പോയാ ആ വസുന്ധരയ്ക്ക് ഡൗട്ട് ഉണ്ടാവും. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. മാഡം, നമുക്ക് അധികം സമയമില്ല. കാലാവധി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്വത്തുക്കൾ മാഡത്തിന് കൈവിട്ടു പോകും. ഇല്ലല്ലോ സർ, അങ്ങനെയാകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്ക്. ഞാൻ എത്രയും വേഗം വസുന്ധരയെ കൊണ്ട് സൈൻ ചെയ്യിക്കാം. ഓക്കെ മാഡം, പേപ്പേഴ്സ് റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. വരട്ടെ മാഡം. ആ ഉണ്ണി സാധാരണ കുട്ടിയൊന്നും അല്ല. അവനെ കണ്ട കൊച്ചുകുട്ടിയെന്ന് തോന്നും. പക്ഷെ അവന്റെ ബുദ്ധി വലിയതാ. മുതിർന്നവരെ പോലെ ചിന്തിക്കുന്നെ. അപ്പോ അവൻ നമ്മുടെ പ്ലാൻ മനസ്സിലാക്കി മനഃപൂർവ്വം ചെയ്തതാണോ? നമ്മുടെ പ്ലാൻ അവന് അറിയില്ലായിരിക്കാം. പക്ഷെ അവൻ എത്രയോ തവണ വസുവെടുത്തിയ അഭിയേട്ടനെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ കാരണമാ എന്റെ പ്ലാൻസ് കൂടി പലതവണ ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോ ആ അഭിനയം വസുവിനെയും പോലെ ഉണ്ണിയെ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ മാഡം, അഭിയേട്ടനും വസുവേടത്തിയും എത്രത്തോളം ഡേഞ്ചറാണോ അത്രത്തോളം ഡേഞ്ചറാണ് ഈ ഉണ്ണിയും. ആ സ്വത്തുക്കളെല്ലാം എന്റെ കൈക്കലായിക്കോട്ടെ. അതിനുശേഷം ഞാൻ ആരാണെന്ന് അവരറിയും. ഹോസ്റ്റലിലായിരുന്നെങ്കിൽ എന്നും ബിയറും സിഗരറ്റും ഒക്കെ കിട്ടുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ജയിലിലായതുപോലെയുണ്ട്. അയ്യ, സമാധാനമായിട്ടൊന്ന് വലിക്കാൻ പോലും പറ്റില്ലല്ലോ. ആരും കാണാതെ ഒളിച്ചിരുന്ന് വലിക്കേണ്ട അവസ്ഥയാ. ഏട്ടത്തി, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സിഗരറ്റ് വലിക്കോ?
ശിവാനി സിഗരറ്റ് വലിക്കോ ഏട്ടത്തി? അപ്പോ ശിവാനിക്ക് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലേ? ഈ കാര്യം ഉടൻ തന്നെ അമ്മായി അറിയിക്കണം ഏട്ടത്തി. പഠിക്കുന്ന പ്രായത്തില് ഒരു പെൺകുട്ടി സിഗരറ്റ് വലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ശിവാനിക്ക് പുകവലി മാത്രമേ ഉള്ളോ അതോ ഇനി മദ്യപാന ശീലം ഉണ്ടോ? ഈ വയസ്സിൽ അവള് സിഗരറ്റ് വലിക്കുന്നുവെങ്കിൽ മദ്യപിക്കുന്ന ശീലം ഉണ്ടാവും. ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവോ എന്തോ. ഇതുപോലെ ഒരു പെൺകുട്ടിയെ അഖിലേട്ടൻ എങ്ങനെയാ ഏട്ടത്തി കല്യാണം കഴിച്ചു കൊടുക്കുക? ആ കാർത്തിയെ പോലെ ശിവാനിയും അഖിലേട്ടന്റെ ജീവിതം നശിപ്പിക്കുക ഏട്ടത്തി. ഇപ്പൊ തന്നെ ഞാൻ പോയി അമ്മായിയോട് പറഞ്ഞേക്കാം. വേണ്ട നന്ദിനി, ശിവാനി ഇങ്ങനെയുള്ളവളാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ശിവാനി പുക വലിച്ചെന്ന് നമ്മൾ പറഞ്ഞ അവളത് സമ്മതിക്ക പോലുമില്ല. നമ്മൾ അവളോടുള്ള ദേഷ്യത്തിൽ പറയുന്നതാണെന്നേ അമ്മ കരുതൂ. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഏട്ടത്തി? പക്ഷെ അമ്മ അത് കണ്ടില്ലല്ലോ. ശിവാനി തെളിവുകളോടുകൂടി പിടിക്കപ്പെടണം, എന്നാലേ അമ്മ വിശ്വസിക്കൂ. ശിവാനി അമ്മായിയുടെ മുൻപിൽ നല്ല പെൺകുട്ടിയെ പോലെ അഭിനയിക്കുക. അങ്ങനെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. തെളിവ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും.